കാർഡ്ബോർഡ് ബോക്സിനകത്ത് നമ്മുടെ ആ വിൻഡോ ഒക്കെ വേണ്ട പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്ത് അടിപൊളിയാക്കി കിട്ടും. ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഫ്രെയിം ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാസിന്റെ ഷീറ്റ് ഇട്ടിട്ട് അതിനിടയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് പുൽക്കൂട് ഒന്ന് ഹൈറ്റിൽ നിൽക്കാനായിട്ട്. പുൽക്കൂടിനകത്ത് വരുന്ന വൈക്കോല് സെറ്റ് ആക്കിയിട്ടാണെങ്കിൽ നമ്മൾ ബ്രൗൺ കളറുള്ള ആ കവർ പേപ്പർ കവർ ഉണ്ടല്ലോ അത് ജസ്റ്റ് കട്ട് ചെയ്തതാണ്. ഞാൻ ഓഫ് ആക്കിയിട്ടുള്ളത് ഒറിജിനൽ പുല്ല് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ പീസ് വെച്ചിട്ട് നമുക്ക് റൂഫ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തൊഴുത്തിനകത്തൊക്കെ വൈക്കോലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ? അതിനെന്താ പറയാന്നറിയില്ല. ആ ഒരു കാലിത്തൊഴുത്ത് എഫക്ട് കിട്ടാനായിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ട്രേയുടെ അടിയിൽ ആ ഗ്രാസിന്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലായിട്ട് ഒരു ബോക്സും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പുൽക്കൂട് വെക്കാനായിട്ട്. അപ്പോൾ പുൽക്കൂട് ഒരു ഹൈറ്റിലൊന്നും ഇരിക്കുമല്ലോ, അപ്പൊ അതിനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടാണ് ആ ഷീറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ വൈക്കോലിനൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ മോനും കൂടി കൂടിയിട്ടുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടാനായിട്ടും. പുൽക്കൂടൊക്കെ ഇങ്ങനെ ഒരുക്കാനായിട്ട് മോൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിൽ അവർക്കൊരു സന്തോഷമായിരിക്കും. അപ്പൊ മോന്റെ ഒരു സന്തോഷത്തിനായിട്ട് ഇതാ പശുവിനെ ആടിനെയൊക്കെ അവൻ എടുത്ത് വെക്കുന്നുണ്ട്. അത്രയൊക്കെ ഇപ്പൊ വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം 24-ന് രാത്രിയൊക്കെ എടുത്ത് വെക്കും.